അയ്യപ്പേട്ട, പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രിയും തെഹ്രീക്കെ ഇൻസാഫ് നേതാവുമായിട്ടുള്ള അതിലൊരു മുൻ ക്രിക്കറ്ററായിട്ടുള്ള ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകളാണ് ഇന്നലെ മുഴുവൻ പ്രചരിച്ചത്. അപ്പോൾ അതല്ല, കൊല്ലപ്പെട്ടിട്ടില്ല എന്ന് പാക് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അതല്ല, അതിനും അപ്പുറം മറ്റെന്തോ ഒരു കാര്യം അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. എന്താണ് കേട്ടത്? പ്രീത, ഒരു പുരുഷൻ ബലാത്സംഗത്തിന് ഇരയായി എന്നൊരു വാർത്ത കേൾക്കുമ്പോൾ അത് ശരിക്കും നമുക്ക് വല്ലാത്തൊരു ഞെട്ടലാണ് ഉണ്ടാകുന്നത്. കാര്യം ജയിലുകളിൽ ഈ ലൈംഗിക അതിക്രമണം സ്ത്രീകൾ ഉള്ളിടത്ത് സ്ത്രീകളും പുരുഷന്മാർ മാത്രമുള്ളത് പുരുഷന്മാരും ഉണ്ടാകുന്ന പ്രകൃതി വിരുദ്ധത്തിൻ്റെയൊക്കെ ഒരുപാട് വിഷയങ്ങൾ അത് ജയിലിലുള്ള വിഷയങ്ങളാണ്. പക്ഷേ ഇദ്ദേഹത്തെ പോലെ ഇത്രയധികം പ്രശസ്തനായ ഒരു പഴയ ഒരു താരം ഇമ്രാൻഖാൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം പ്രധാനമന്ത്രി വരെയായതാണ്. അദ്ദേഹത്തിന് രാഷ്ട്രീയ തടവുകാരനായാണ് ഇവർ അറസ്റ്റ് ചെയ്യുന്നത്. സൈനിക നടപടിയാണ്. അദ്ദേഹം അദ്ദേഹത്തിന് ജയിലിൽ കൊണ്ടുപോകുമ്പോൾ അദ്ദേഹത്തിനെ പാർപ്പിച്ച ജയിലിൽ ഒരു മേജർ ഇമ്രാൻഖാനെ ബലാത്സംഗം ചെയ്തു എന്നാണ് പറയുന്നത്. അത് സാധാരണ നമ്മൾ ഇത്തരം വാർത്തകൾ പുരുഷ പീഡനമൊക്കെ ഉണ്ടാകുന്ന പുരുഷ പീഡനമല്ല, ഇത്തരം പുരുഷക്കെതിരെയുള്ള പ്രകൃതി വിരുദ്ധ ലൈംഗിക അതിക്രമണം എന്ന് പറയുന്ന സഹതടവുകാരുടെ ഭാഗത്ത് നിന്നാണ് മറ്റു തടവുകാർക്ക് അങ്ങനെയാണ്. സഹതടവുകാർ സ്ത്രീകളായ ഈ പറയുന്ന ഇമ്രാൻഖാൻ എന്ന് പറയുന്നത് വെറും ഒരു തടവുകാരനായിരുന്നു. അതെ, മാത്രമല്ല അവർക്ക് കപ്പ് നേടിക്കൊടുത്ത അവർക്ക് വേൾഡ് കപ്പ് നേടിക്കൊടുത്ത ഒരു ക്യാപ്റ്റനും കൂടെ ആയിരുന്നു അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിനെ സൈനിക റാങ്കിലെ ഒരു ഉദ്യോഗസ്ഥൻ ഇത്തരത്തിൽ ചെയ്യുക എന്ന് പറയുമ്പോൾ ഇവരുടെ ആ വിവരം എന്ന് പറയുന്നത് എത്രയുണ്ട്, ഇവർക്ക് എത്ര ബോധമുണ്ട്, ഈ രാജ്യത്തിന് എത്ര ബോധമുണ്ട്. അദ്ദേഹത്തെ പോലെ ഒരാളെ ഇത് ചെയ്യുക എന്ന് പറയുമ്പോൾ ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ പാകിസ്ഥാൻ ഒന്നുകൂടി തലകുനിക്കേണ്ടി വരും. ഇമ്രാൻഖാൻ വെറും ഒരു ലോക്കൽ വ്യക്തിയല്ല, ലോകം അറിയുന്ന ഒരു വ്യക്തിത്വമാണ്. ഒരു വ്യക്തിക്ക് കളങ്കമുണ്ടാക്കുന്ന അയാളുടെ വ്യക്തിത്വത്തിന് ഒരു രാഷ്ട്രീയ നേതൃത്വത്തിൽ വന്നതുകൊണ്ട് മാത്രമല്ല, അല്ലാതെയും ലോകം അറിയുന്ന ഒരാളാണ്. രാഷ്ട്രീയ നേതൃത്വത്തിൽ അദ്ദേഹം എത്തിയത് യാദൃച്ഛികമായി എത്തിയ ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിനൊപ്പം ക്രിക്കറ്റ് കളിച്ച നിരവധി ലോകതാരങ്ങളുണ്ട്, നിരവധിയുണ്ട്, ഇന്ത്യയിലുള്ളവരുണ്ട്. അത് ഈ പൊളിറ്റിക്കലി പ്രശ്നം ആണെങ്കിൽ തന്നെയും കായികമായിട്ട് പരസ്പരം ഇവർ സൗഹൃദങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ അതൊന്നും ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. എങ്കിലും അദ്ദേഹം ലോകം അറിയുന്ന ഒരു ക്രിക്കറ്റ് താരമായിരുന്നു. അപ്പോൾ ഈ സൈനിക മേധാവി ഒരു മേജറാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ എന്തുമാത്രം അധപ്പതിച്ചവരാണ് എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കുക. രണ്ട്, ഈ പറയുന്ന രീതിയിൽ പാക് അധികൃതർ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. അദ്ദേഹത്തിനെ ഇത്തരത്തിൽ ഇങ്ങനെ ലൈംഗികാതിക്രമത്തിന് വിധേയമാക്കി എന്നുള്ളത് മെഡിക്കൽ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ആ റിപ്പോർട്ട് റാവൽപിണ്ടിയിൽ അവരുടെ ഈ പറയുന്ന ജനറൽ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് റാവൽപിണ്ടിയിൽ ഇങ്ങനെ അവരുടെ ജനറൽ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് അയച്ച റിപ്പോർട്ടിൽ ഇതുണ്ട്. ആ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നത് സാമൂഹ്യ മാധ്യമങ്ങൾ വൈറലാണ്. അത് വളരെയധികം വാർത്ത വന്നിട്ടുണ്ട്. അദ്ദേഹം എന്തുമാത്രം അപമാനിക്കപ്പെടുന്നുണ്ടെന്ന് ആലോചിച്ചു. അപമാനിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അത്രയേറെ ഇത് ചെയ്യേണ്ട ഒരു കാര്യമുണ്ടോ? ഈ പറയുന്നത് പോലെ പാകിസ്ഥാന്റെ ഒരു നിലവാരം എന്ന് പറയുന്നത് ഇത്രത്തോളം ഉള്ളൂ എന്നുള്ളത് ആ മേജർ ആരാണ് എന്നുള്ളത് കൂടി വെളിവാക്കണം. പുരുഷന്മാർ ജയിലുകളിൽ, പ്രത്യേകിച്ച് പാകിസ്ഥാന്റെ ജയിലുകൾ ലൈംഗിക അതിക്രമത്തിന് ഇരയാകുന്നതായിട്ടുള്ള വാർത്തകൾ സർവ്വസാധാരണമാണ്. അപ്പോൾ അവിടെ എത്തിയതൊരു കോമൺ ക്രിമിനലായിട്ട് അദ്ദേഹം എത്തിയതല്ല, രാഷ്ട്രീയ തടവുകാരനായിട്ട് അദ്ദേഹം എത്തിയതാ. അപ്പോൾ ഒരു മേജർ പീഡിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം തെറ്റാണെന്ന് ക്രൂരമാണ് അല്ലേ? ഈ കഴിഞ്ഞ ദിവസം അതുപോലെ തന്നെ ഒരു വ്യാജ വാർത്തയാണ് ഇറങ്ങിയത്. അതായത് പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണ ഏജൻസി ആയിട്ടുള്ള ISI ആണ് ഈ പറയുന്ന ഇമ്രാൻഖാനെ ജയിലിനുള്ളിൽ വെച്ച് തന്നെ കൊലപ്പെടുത്തിയതായിട്ടുള്ള വിവരങ്ങളൊക്കെ വന്നത്. അപ്പോൾ ജയിലിനുള്ളിൽ വിഷം നൽകിയിട്ടാണ് ഇമ്രാൻഖാനെ കൊലപ്പെടുത്തിയെന്നുള്ള വാർത്ത വന്നത്. അങ്ങനെയാണ് ഈ പറയുന്ന ഇമ്രാൻഖാനെ കൊന്നത് എന്നുള്ള വിവരങ്ങളായിരുന്നു വന്നതൊക്കെയും. അതേസമയം തന്നെ മറ്റൊരു വാദവും ഉയർന്നിരുന്നു. വിഷം നൽകിയല്ല, മർദ്ദിച്ചാണ് കൊന്നത്. അപ്പോൾ അതിന് ഉതകുന്ന തരത്തിൽ ഒരു പടമൊക്കെ വ്യാപകമായിട്ട് പ്രചരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ പടം എന്ന് പറയുന്നത് 2013 ലാഹോറിലുണ്ടായിരുന്ന തിരഞ്ഞെടുപ്പ് റാലിയിൽ ഫോർക്ക് ലിഫ്റ്റിൽ നിന്ന് ഇമ്രാൻഖാൻ വീണ് പരിക്കേറ്റപ്പോഴുണ്ടായിരുന്ന
ചിത്രമാണ്, ചിത്രം ആ പഴയ ചിത്രം വെച്ചിട്ടാണ് ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകളൊക്കെ പടച്ചു വിടുന്നത്. അത് ഈ ഒരു സമയത്ത് എന്ന് പറയുന്നത് ഇന്ത്യ പാക് രണ്ട് രാജ്യങ്ങളും സൈനിക നടപടിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഈ തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്നത്. ആ വാർത്തയെ വെല്ലുന്ന തരത്തിലുള്ള ഒരു വാർത്തയാണ്, അതായത് ആ വ്യാജ വാർത്തയെ വെല്ലുന്ന തരത്തിലുള്ള ഒരു വാർത്തയാണ് ഈ പറഞ്ഞതുപോലെ ഇമ്രാൻഖാനെ പീഡിപ്പിച്ചു, അതും പാക് ജനറൽ പീഡിപ്പിച്ചു എന്ന് പറയുന്നത്. ആക്ച്വലി ഇവരൊക്കെ ജീവിക്കുന്നത് ഇതിനു വേണ്ടി മാത്രമാണോ എന്നുള്ളൊരു ചോദ്യം അവിടെ ബാക്കി വരുന്നുണ്ട്. അതായത് വികാരങ്ങൾക്ക് അടിമപ്പെട്ട് മാത്രം ജീവിക്കുന്ന ഒരു മനസ്സാണ് ഇവർക്കുള്ളത്, മനുഷ്യരല്ല എന്നുള്ളതാണ്. അവിടെ സ്ത്രീകളോട് കാണിക്കുന്നത് ഈ പറയുന്ന ഭീകരരൊക്കെ താലിബാൻ വസന്തത്തിനെയൊക്കെ ഈ പറയുന്ന പോലെ പുകഴ്ത്തിപ്പാടുന്ന കുറെ പേരുണ്ട്. ഈ താലിബാൻ വസന്തം പൂക്കുന്ന നാടുകളിൽ 9 വയസ്സുള്ള പെൺകുട്ടികളെ വരെ കല്യാണം കഴിക്കുകയും അവരുടെ ആവശ്യം കഴിഞ്ഞ് തെരുവിൽ തള്ളുകയും ചെയ്യുന്ന ക്രൂരമായ കാര്യങ്ങളൊക്കെ അരങ്ങേറുന്നുണ്ട്. അതിനെയാണ് ഇവരൊക്കെ വസന്തം എന്ന് പറയുന്നത്. അതിനു വേണ്ടിയാണ് ഈ ഭീകരർക്ക് വേണ്ടിയിട്ട് ഇത്രയേറെ സപ്പോർട്ട് കൊടുക്കുന്നത് എന്നുള്ളതൊന്നുമാണ് മനസ്സിലാവാത്തത്. ഭരണകൂടം ഇത്രയധികം അധപ്പതിക്കുക എന്ന് പറയുമ്പോൾ അതും ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഇവരെ അല്ലെ ഒരു വേള ഈ ഒരു യുദ്ധം 2 ദിവസം കൂടെ നീണ്ടു നിന്നാൽ ഇന്ത്യ ഇവരെ തകർത്ത് തരിപ്പണമാക്കുമെന്ന് അമേരിക്കക്ക് തോന്നിയിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെയായിരിക്കാം. കാരണം അമേരിക്കയ്ക്ക് വാണിജ്യ താല്പര്യങ്ങൾ ഒരുപാടുണ്ട്. ഇന്ത്യയും വേണം, നമ്മൾ പിന്നെ ഈ പറയുന്ന പാകിസ്ഥാനും വേണം, അവർക്ക് മറ്റു രാജ്യങ്ങളും വേണം. വാണിജ്യ താല്പര്യങ്ങളൊക്കെ നിൽക്കുമ്പോൾ രാജ്യമുണ്ടെങ്കിലേ വാണിജ്യ താല്പര്യം നടക്കും. അതെ, ഈ പറയുന്ന ഇമ്രാൻഖാനെ 2022 ഒരു അവിശ്വാസ പ്രമേയത്തിലൂടെയാണ് പ്രധാനമന്ത്രി പദം ഇമ്രാൻഖാന് നഷ്ടപ്പെടുന്നത്. അപ്പോൾ തോഷിഖാന കേസ് എന്നാണ് പറയുന്നത്. അതായത് പ്രധാനമന്ത്രിയായിരിക്കെ ഈ പറയുന്ന ഇമ്രാൻഖാന് ലഭിച്ചിട്ടുള്ള പാരിതോഷികങ്ങൾ, സമ്മാനങ്ങളൊക്കെ അതൊക്കെ സ്വന്തം നിലയ്ക്ക് വിറ്റ് പണം സമ്പാദിച്ചു എന്നുള്ളതാണ് ഈ തോഷിഖാന കേസിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് 2023 ഇമ്രാൻഖാന്റെ അറസ്റ്റ് നടക്കുന്നത്. ഈ വിവാഹത്തിൽ മത നിയമ ലംഘനം നടത്തി എന്നുള്ളതാണ് ഇമ്രാൻഖാനെതിരെയുള്ള മറ്റൊരു കേസുള്ളത്. ഇതിൽ ഇമ്രാൻഖാനും ഭാര്യ ബുഷ്ര ബീവിക്കും 7 വർഷം വരെ തടവും പിഴയും ശിക്ഷ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇമ്രാൻഖാന്റെ 3ാം ഭാര്യയാണ് ബുഷ്ര. ഈ ബുഷ്രയുടെ ആദ്യ ഭർത്താവ് ഖവർ മനേക്ക നൽകിയ പരാതിയിലായിരുന്നു ഇരുവർക്കുമെതിരെ ഈ കേസ് വന്നത്. അപ്പോൾ ഈ വർഷം തുടക്കത്തിൽ അൽ ഖാദിർ ട്രസ്റ്റ് അഴിമതി കേസിൽ ഇമ്രാൻഖാനെ 14 വർഷത്തേക്ക് കൂടി ശിക്ഷിച്ചിട്ടുണ്ട്. അൽ ഖാദിർ സർവകലാശാല സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് പൊതുഖജനാവിന് 5000 കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കിയെന്നതായിരുന്നു ഈ കേസ്. മാലിക് റിയാസ് എന്ന റിയൽ എസ്റ്റേറ്റ് വ്യവസായിക്ക് കള്ളപ്പണ ഇടപാടിൽ സഹായം നൽകി പകരം ഭൂമി വാങ്ങി എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇമ്രാൻഖാൻ എന്ന് പറയുന്നത് വെടിപ്പുള്ള മനുഷ്യനല്ല എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. വീണ്ടും വിവാഹം കഴിക്കാനും ഒക്കെ അദ്ദേഹം ആലോചിച്ചിരുന്നതായിട്ടുള്ള വാർത്തകളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരെ സംബന്ധിച്ച് അവർക്ക് അതൊന്നും പുത്തരിയൊന്നുമല്ല. അവർക്ക് 1, 2, 3 വിവാഹം ഒക്കെ കഴിക്കാം. അതായിക്കോട്ടെ. തലാഖ് നിരോധനം വന്നത് ഇന്ത്യയിലാണല്ലോ. അതെ. അപ്പോൾ നമുക്കിതിൽ പറയാനുള്ള ഇത്രയുള്ള ലോകമറിയുന്ന, ലോകരാഷ്ട്രങ്ങൾ അറിയുന്ന, അതും ഒരു പുരുഷനെ ബലാത്സംഗം ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പുരുഷനെ ബലാത്സംഗം ചെയ്തെന്നൊരു വാർത്ത കേൾക്കുന്നത്. ഞാൻ ഇതുവരെ അങ്ങനെ കേട്ടിട്ടില്ല. അതും ഇത്തരത്തിൽ ഒരു പ്രശസ്തനായ ഒരു ക്രിക്കറ്റ് താരത്തിനെ, അവരുടെ പാകിസ്ഥാന്റെ ലോകമറിയുന്ന, അതൊരു സൈനിക നടപടി നേരിടുന്ന ആളാണ്, ഒരു സൈനികൻ, അതും മേജർ റാങ്കിലുള്ള ഏത് കശ്മീരിലായാലും ആ വാർത്ത നമ്മളെ ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ്.